2026 വേൾഡ് കപ്പിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ? ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇത്തവണ ആര് കിരീടം നേടാനാണ് സാധ്യത? ഫുട്ബോൾ പണ്ഡിറ്റുകൾ പല പേരുകളും വിലയിരുത്തുന്നുണ്ട്. ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, അങ്ങനെ പല ടീമുകളുടെയും പേരുകൾ. എന്നാൽ ഇത്തവണ കളിക്കുന്നതിൽ ഏറ്റവും മികച്ച ഡിഫൻസ് നിരയുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5ാം സ്ഥാനത്ത് വരുന്നത് ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ തവണ വിജയികളായ ബ്രസീലാണ്. നിലവിൽ ഡിഫൻസ് ലൈനിൽ മാർക്കിന്യോസ്, മിലാറ്റിയോ, ഡാനിലോ, വില്ലർമോ അറേന. ഇതിൽ മാർക്കിന്യോസ്, മിലാറ്റിയോ താരങ്ങൾക്ക് എക്സ്പീരിയൻസും സ്ട്രെങ്ത്തും തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുള്ള താരങ്ങളും ബ്രസീൽ ഡിഫൻസിലുണ്ട്. റാങ്കിങ്ങിൽ 4ാമത് പോർച്ചുഗൽ നാഷണൽ ടീമാണ്. നിലവിൽ അവർക്ക് ഡിഫൻസ് ലൈനിൽ റൂബൻ ഡിയാസ്, ഗോൺസലോ, ന്യൂനോ മെൻഡസ്, ജാവോ കാൻസലോ എന്നീ അതിസമ്പന്നരായ സൂപ്പർ താരനിര തന്നെയുണ്ട്. കാൻസലോയും മെൻഡസും അറ്റാക്കിംഗ് ഫുൾ ബാക്സ് ആണ്. തകർപ്പൻ ഫോമിലാണ് ഇരുവരും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോർച്ചുഗലിന് പിഴക്കുന്നത് പലപ്പോഴും ഡിഫൻസിലെ സ്ട്രക്ചർ തന്നെയാണ്. നല്ല ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ടെങ്കിലും ടീം വർക്ക് നടക്കുന്നില്ലെന്നതാണ് പോർച്ചുഗലിന്റെ നിലവിലെ പ്രശ്നം. അത് മറികടക്കാനാകുമെന്നാണ് വിശ്വാസം. നിലവിൽ 3ാം സ്ഥാനത്ത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ഡിഫൻസ് ലൈനാണ്. ക്രിസ്റ്റ്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, മൊളീന, ടാഗ്ലിയാഫിക്കോ, ഒട്ടാമെൻഡി, മോണ്ടിയൽ എന്നീ തുടങ്ങി താരസമ്പന്നമായ ഡിഫൻസ് ലൈൻ തന്നെ നിലവിൽ അർജന്റീനക്കുണ്ട്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിനേക്കാൾ ടീം വർക്കാണ് അർജന്റീനയെ മറ്റുള്ള ടീമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കുന്നത്. തകർപ്പൻ താരനിരക്കൊപ്പം യുവതാരങ്ങളായ ബലേഡി എന്നിങ്ങനെ പല യുവ സൂപ്പർ താരങ്ങളും ഡിഫൻസ് ലൈനിൽ അർജന്റീനയുടെ പക്കലുണ്ട്. ഇനി റാങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ട് നാഷണൽ ടീമാണ്. ജോൺ സ്റ്റോൺസ്, മാർക്ക് ഗുഐ, കെയിൽ വാൽക്കർ, ലുക്ക് ഷോ, മിഗ്വേർ എന്നിങ്ങനെ തുടങ്ങി താരസമ്പന്നമായ ഡിഫൻസ് ലൈൻ ഇത്തവണ ഇംഗ്ലണ്ടിനൊപ്പമുണ്ട്. ഏതായാലും യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഡിഫൻസ് ലൈനുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റേത്. നിലവിൽ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിലവിലെ ലോക റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ് ആണ്. സലൈബ, ഉബമെക്കാനോ, തിയോ ഹെർണാണ്ടസ്, ജൂലിയോ കോണ്ടെ എന്നിങ്ങനെ സൂപ്പർ താരനിരയുമായിട്ട് തന്നെയാണ് ഇത്തവണയും ഫ്രാൻസിന്റെ വരവ്. ബെഞ്ചമിൻ പവാർഡ്, വരാന എന്നിങ്ങനെ തുടങ്ങി പല സീനിയർ താരങ്ങളും ടീമിനൊപ്പമുണ്ട്. ഏതായാലും കൂടുതൽ ശക്തമായ ഡിഫൻസ് ലൈനും കൊണ്ട് തന്നെയാണ് ഇത്തവണയും ഫ്രാൻസിന്റെ വരവ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.